ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഫിസ്ന ഫുഡ് ടെക്. ഇന്ന് ഞാൻ വന്നിട്ടൊരു വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ. ഈവനിങ് ടു നൈറ്റ് വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വ്ളോഗിൽ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് ഞാൻ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പം ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ ഹിസമോളെ ഒന്ന് പുന്നാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഹിസമോളെ പുന്നാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പം ഭയങ്കര മഴക്കാറാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അയലുമെന്നുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ അടുത്തായിട്ട് ഭയങ്കര ഉച്ചൻ്റെ ശേഷം ഭയങ്കര മഴയാണല്ലോ ഉള്ളത്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെ എല്ലാം മടക്കി വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഉച്ചൻ്റെ ശേഷം മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഭയങ്കര മഴക്കാറാണുള്ളത്. അല്ലെങ്കിൽ എല്ലാ ദിവസമൊക്കെ മഴയൊക്കെ നന്നായി പെയ്ത് വരാറുണ്ട്. അപ്പം ഞാൻ ഈ ചെറുപ്പയർ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊന്ന് കുക്കറിലങ്ങ് വേവിച്ചെടുക്കുകയാണ്. തേങ്ങാപ്പാലും ശർക്കരയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങാമുറി നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ. ഫെസിമോൻ അതുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ ഞാൻ പുറകിലും ഞാനും ഓടി. അപ്പോൾ വൈകുന്നേരം ആയാലും കുട്ടികൾ ഇതുപോലെ കളിക്കാനൊന്നും ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ തേങ്ങാമുറിയും കൊണ്ട് ഇവന് ഓടുകയാണ്. അപ്പോൾ ഞാൻ മിഠായിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് എനിക്ക് തേങ്ങാമുറിയൊക്കെ തന്നു. അപ്പൊ ചെറുപ്പയർ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒന്ന് നല്ല സോഫ്റ്റായി വേവാനുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലിന്റെ ഫസ്റ്റത്തല്ല രണ്ടാമത്തെ പാലും ശർക്കര ഒന്ന് കുത്തിയിട്ടതുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് ഒന്ന് കൂടെ ഒന്ന് വേവിച്ചാൽ ഇതിന്റെ ഈ ചെറുപ്പയറിലേക്ക് നല്ലോണം മധുരം പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു തിക്കായി കിട്ടുകയും ചെയ്യല്ലോ എന്ന് വിചാരിച്ചു. ഒന്നും കൂടി ഒന്ന് വേവിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ഇട്ട് നന്നായി ബ്രൗൺ കളറായതിന് ശേഷം ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴേക്കും സേമിയൊക്കെ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ കഷ്ണാക്കി കാണ്ടൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിലൊന്ന് കഷ്ണാക്കി ഇതേപോലെ വാട്ടിയെടുക്കണം. അപ്പൊ ഈ സേമിയ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പൊ വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ തേങ്ങാപ്പാലിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു മിക്സറുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കോഴിമുട്ടയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അങ്ങനെ 2 കോഴിമുട്ട മുഴുവൻ അങ്ങ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇത് നല്ലതുപോലെ പൊങ്ങിയൊക്കെ വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് അപ്പക്കാര ഇട്ടിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര ആവശ്യമാണ്. അപ്പോഴേക്കും ഇതാ സേമിയ നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പ്യുവർ തേങ്ങാപ്പാലുണ്ടല്ലോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചൂടാറിയിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതേപോലെ പഴം വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഉള്ളത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണ് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ പാൻ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുഴുവൻ അങ്ങ് കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. കൂട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യട്ടോ. എന്നാൽ എന്തെങ്കിലും ബബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടാനൊക്കെ നന്നാവും.
അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കറുത്ത മുന്തിരിയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും ഡെക്കറേഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ എന്താ ഫെസിമോന് ഉറക്കൊക്കെ ഉണന്നതിന് ശേഷം പിന്നീട് ഞാനൊന്നും അവന് കൊടുത്തിട്ടില്ല. അപ്പോൾ അവന് എണീറ്റ് വന്നാൽ ഒരു ഗ്ലാസ് ഹോർലിക്സ് അവന് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ അവനെ സോപ്പിട്ടൊക്കെ ഞാൻ അവനെ കൊണ്ടുപോയി ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയായിരുന്നു. ഈ ഹോർലിക്സ് ഒക്കെ കുടിക്കുന്നതുകൊണ്ടായിരിക്കാം അവന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. സ്വീറ്റ് അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ അവന് ഫുഡിനോട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നു ചിരിക്കടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ചു തരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളുടെ സ്നാക്സ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. കാരണം അടിയിൽ ഞാൻ തട്ട് വെച്ചതിന് ശേഷമാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ല, നല്ല സോഫ്റ്റ്, അതുപോലെ തന്നെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ചായക്കൊക്കെ വെള്ളം വെക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിമൊക്കെ ഓണാക്കി ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. ഫെസിമോന് ഹോർലിക്സ് ഒക്കെ കുടിച്ചാൽ അവന് പോയിട്ടോ. പക്ഷെ ദീമോളും ദിതൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ കളിക്കാനാണ് പോയിട്ടുള്ളത്. അപ്പം ഞാനും ദില്ലും പറയുന്നത് നമുക്ക് ഇരുന്ന് ചായ കുടിക്കുക, അവര് കളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവര് കുടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന് ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഗ്ലാസും ഇതേപോലത്തെ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ തണയൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുത്തിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോൾ ഉള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഡൈനിങ് ഹാളിലൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ മഗ്‌രിബ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ മുന്നിലുള്ള ലൈറ്റൊക്കെ കുട്ടികളൊക്കെ ഇടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇരുടാതിൻ്റെ മുൻപായിട്ട് തന്നെ മഗ്‌രിബ് കൊടുക്കുമല്ലോ. അപ്പോൾ മഗ്‌രിബ് കൊടുത്ത് നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ മാവടിക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലോട്ട് ഇറങ്ങി. ഇനി ഇഡ്ഡലിക്കുള്ള മാവാണ് കേട്ടോ അരക്കുന്നത്. നാളെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഈ അരിയും ഉഴുന്നൊക്കെ ഞാൻ രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലോണം കുതിർന്ന് വന്നാലാണല്ലോ നല്ല സോഫ്റ്റ് ഉണ്ടാവുക. ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചൂടുള്ള ഭാഗത്തേക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒഴുക്കും രാവിലെ ആവുമ്പോൾ നല്ലോണം ഇത് സോഫ്റ്റായി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നല്ലോണം കുതിർന്ന് വരും ചെയ്യട്ടെ ഈ മാവ്. ഇന്ന് ഫൈസൽക്കാക്ക് രാത്രിക്കത്തെ ഫുഡൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ സാമ്പാറുണ്ട്, അതുപോലെ തന്നെ പപ്പടം പൊരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് കോളിഫ്ലവർ കൊണ്ട് എന്നിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിട്ടോ. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ടൊന്ന് നന്നായി വാട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അത് അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇത് നല്ലോണം വെന്ത് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുക, പക്ഷെ ഞാനൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഞാനത് വേവിക്കാൻ വെക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഫിസിമോന് ഒന്ന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ പഴം പഞ്ചസാരൊക്കെ ഇട്ട് ചോറ് അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂടുതലൊന്നും കഴിക്കില്ല, 1-2 ഉരുളൊക്കെ ഒന്ന് കഴിക്കുള്ളൂ.
ഇസിമോനൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കഴിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗും റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.